ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ആപ്ലിക്കേഷനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള ഇനിഷ്യേറ്റീവിൻ്റെ കീഴിൽ ഇറക്കിയിരിക്കുന്ന 112 ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ദയവായി മുഴുവനായി കാണുക, കാരണം ഇത് ഉറപ്പായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. ഒരു OTP ലഭിക്കും, അങ്ങനെ നമ്മളുടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പേജിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, നമ്മുടെ സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തൊട്ട് താഴെയായി ഐ വുഡ് ലൈക്ക് ടു വോളണ്ടിയർ എന്നുള്ള ഒരു ടാബ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു പ്രത്യേക റിക്വസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ ഐ വുഡ് ലൈക്ക് ടു വോളണ്ടിയർ എന്നുള്ള ആ ഒരു ബട്ടൺ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വിടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എമർജൻസി റെസ്പോൺസ് ട്രിഗർ ചെയ്യാനുള്ള ഒരു ആപ്പാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബട്ടൻ്റെ ക്ലിക്ക് കൊണ്ട് തന്നെ എമർജൻസി ഹെൽപ്പ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാൽ, നിങ്ങളുടെ പരിസരത്ത് ആണ് അങ്ങനെ ഒരു ഹെൽപ്പ് വേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് അവരെ സഹായിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ വോളണ്ടിയർ ആവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ആ വോളണ്ടിയർ ആവാനുള്ള സന്നദ്ധത കൂടെ അറിയിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോഴത്തേക്ക്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 തരത്തിലുള്ള ബട്ടൺസ് നിങ്ങൾക്ക് ഹോം പേജിൽ കിട്ടും. ഒന്ന് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും തീയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായം നേടാനായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് പോലുള്ള സഹായങ്ങൾക്ക് വേണ്ടി ഒരു ബട്ടൺ ഉണ്ടാവും. ഇതുപോലെ പോലീസ് ഹെൽപ്പിന് വേണ്ടി. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണ്, ഒരു എന്താ പറയുക, അസമയമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് ഫീൽ ചെയ്യുന്നു, ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തോന്നിയാലും നിങ്ങൾക്ക് ആ പാനിക് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഈ പാനിക് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേര് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അവർക്ക് സെൻഡ് ചെയ്യും. ഒപ്പം നമ്മൾ എമർജൻസി കോൺടാക്റ്റ് ആയിട്ട് ആരെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങളുടെ ലൊക്കേഷൻ ഉൾപ്പെടെ ഷെയർ ചെയ്യപ്പെടും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും നിങ്ങൾ നിൽക്കുന്നതിന് അടുത്തായിട്ട് അല്ലെങ്കിൽ ആ പരിസരത്തൊക്കെ വോളണ്ടിയർ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലെവൽസിലുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് പോലീസ് വരുന്നത് വരെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആംബുലൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാര്യം വോളണ്ടിയേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ ഹെൽപ്പ് കിട്ടും. വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പ് കിട്ടാം, അതുപോലെ പോലീസ് ഒഫീഷ്യൽസ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ആംബുലൻസ് റിലേറ്റഡ് ഹെൽപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ആ വോളണ്ടിയർ ആയിട്ട് സൈൻ അപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ ഇതിന് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പറയും, എക്സാമ്പിളായിട്ട് പറയുന്നത് പോലെ തന്നെ ഞാനും പറയുന്നു, പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു ചാൻസ് ആണിത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വോളണ്ടിയർ ആയിട്ട് സൈൻ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരോടും, പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ പറയുക, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഗേൾസിന് വേണ്ടി എന്നൊരു കോൺസെപ്റ്റാണ് പൊതുവേ ഉള്ളത്. പക്ഷേ ഞാൻ പറയും, ഇത് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണ്. നമ്മൾ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോവുക, നമുക്ക് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, വേറെ ആരും അടുത്തില്ല, ഹെൽപ്പ് വേണം എന്ന് തോന്നി, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി, നമുക്ക് ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നൊരു പേടി തോന്നിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ പാനിക് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പിന് വേണ്ടി ആവശ്യപ്പെടാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഇൻഫർമേഷൻ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് അവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ ഇൻഫർമേഷൻ അവർക്കൊന്ന് പാസ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോടൊപ്പം അവരെ കൊണ്ടും കൂടെ ഇൻസ്റ്റാൾ ചെയ്യിക്കുക. നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് ഫോണുള്ള എല്ലാവരെയും കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ വീണ്ടും കാണാം. ഹാവ് എ സേഫ് വീക്കെൻഡ്. ബൈ.